തെരഞ്ഞെടുപ്പിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. ഇല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കില്ലല്ലോ. നാളെ നേരെയോ മറ്റന്നാളെ നേരെയോ എന്നിങ്ങനെ പ്രതീക്ഷിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ ശുഭാപ്തി വിശ്വാസമില്ല, വിശ്വാസേ ഇല്ല, പിന്നെയല്ല ശുഭാപ്തി വിശ്വാസം. അങ്ങനെ ഒരു കഴിഞ്ഞ ഇലക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് എനിക്കിതിനോടുള്ള എല്ലാ വിശ്വാസവും പോയിട്ട് അന്ന് ഞാൻ രാജിക്കത്ത് എഴുതിയതാണ് ഈ പാർട്ടിയിൽ. പിന്നെ അവരെല്ലാവരും കൂടി എന്നെ പറഞ്ഞു പറ്റിച്ചു. എൻ്റെ അച്ഛൻ്റെ പണിയാം, സ്മാരകം മന്ദിരം പണിയാൻ. അങ്ങനെ ഞാൻ അതിനു വേണ്ടി കാത്തു നിന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞൊരു കൊല്ലമായിട്ട് മനസ്സിലായി അവരതും ചെയ്യില്ല, അവരിട്ട് കളിപ്പിക്കുക എന്നെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു തുടങ്ങിയിരുന്നു ഞാൻ പോവും. ഇവരാരും അറിയേണ്ടതൊന്നുമല്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എനിക്കിനി നിൽക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവർ വിചാരിച്ചു അച്ഛൻ പോയിട്ട് പോകാത്ത ആളാണ്, ഇനിയിപ്പോൾ ഇതിൽ പോകുമെന്ന് വിചാരിച്ചു. അവരത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് പറ്റിയത്. പിന്നെ അതിൽ 1-2 നേതാക്കന്മാർ ഞാൻ പോകണമെന്ന് കേട്ടിട്ട് പോലും വിളിച്ചില്ല. അവർ സ്വന്തമായിട്ട് കമൻ്റ് അടിച്ചത് എന്താ പറയുക, ആ പോയാൽ പോട്ടെ എന്ന്. ഒരാൾ പോയി, ഇനി മറ്റാളെയും കൂടി അടിച്ച് പുറത്താക്കി കഴിഞ്ഞല്ലോ എന്ന് അച്ഛൻ്റെ പാരമ്പര്യം. അതാണ് കോൺഗ്രസ് പാർട്ടി. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പം അതിൻ്റെ ഗുണം ഈ ഇലക്ഷനോട് തൊട്ട് കണ്ടു തുടങ്ങും. ഇപ്പം വോട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണോ? ആ ബൂത്തിലത്തെ വികാരം വെച്ചിട്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ഇത്രയും ഒരു വികാരം മാത്രമല്ല, ഞാൻ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും പണ്ട് ആൾക്കാർക്ക് എന്നെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. എന്താ ഇത്രയും ഒരു സ്നേഹം എന്ന് എനിക്ക് വരെ ആലോചിച്ചിട്ട് പിടികിട്ടില്ല. അപ്പം ഞാൻ മറ്റേ ഒരു തമാശക്ക് എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മോനോട് ചോദിച്ചില്ല, ഇവർക്കൊക്കെ എനിക്ക് തലയ്ക്ക് വെട്ടായതാണോ അതോ ഇവർക്കൊക്കെ ഇതായതോ എന്നൊക്കെ പതിവിൽ കവിഞ്ഞ സ്നേഹം അവരെന്നോട് കാണിക്കും. എല്ലാവരും വന്നിട്ട് ചേച്ചി നന്നായി ചെയ്തത്, ഇത്രയും ചവിട്ടും കൊണ്ടും കിടക്കേണ്ട ആളല്ല, ലീഡർ എന്തൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം, കോൺഗ്രസ്സിലെ പലർക്കും അത് അറിയില്ല, അതാണ് പ്രശ്നം. പിന്നെ അവർക്ക് അറിയാണ്ടൊന്നുമില്ല, അവർക്ക് കൂടുതൽ അറിയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്തല്ലോ ബിജെപിയുടെ ഭാഗമായിട്ട്. എങ്ങനെയുണ്ട് ഒരു കേരളത്തിൻ്റെ മൊത്തം വിലയിരുത്തൽ? എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടത് സ്ത്രീകളുടെ ഒരു മുന്നേറ്റം. കാരണം ഞാനൊക്കെ കോൺഗ്രസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ 2 റോലും ആൾക്കാരുണ്ടാവുമല്ലോ, അതിന് മുമ്പിൽ ഒരു 2 വരി പെണ്ണുങ്ങളുണ്ടാവും. അവർ ഒരു 1 ഇരുട്ടാകുമ്പോഴേക്കും പോകും. ഇതങ്ങനെയല്ല, ഈ ഒരു ഭാഗം മുഴുവൻ പെണ്ണുങ്ങളായിരിക്കും, ഇപ്പുറത്തെ ആണുങ്ങൾ. എല്ലാം കഴിഞ്ഞിട്ടേ അവർ പോകുള്ളൂ. അതാണ് വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെ വിലയിരുത്തുന്നു കേരള രാഷ്ട്രീയത്തിൽ ബിജെപിയുടെ? കേരള രാഷ്ട്രീയത്തിൽ ബിജെപി അടുത്ത കാലത്ത് തന്നെ ശക്തിയാർജിച്ച് അവർ പോരും. കാരണം ഇത്രയും കാലം അവർ കേരളത്തിൽ അങ്ങനെ അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം തൊട്ട് മോദിജി അതിലേക്ക് ശ്രദ്ധ കൊടുത്തു തുടങ്ങി. അദ്ദേഹം ശ്രദ്ധ കൊടുത്താൽ പണ്ട് കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പറയുന്നത് മോദിയാണ്, വെറുതെ ഇതാക്കരുതെന്ന് അദ്ദേഹം പോലും സമ്മതിച്ചിരുന്നു. എന്തിനാണ് ശശി തരൂരിനോട് ചോദിച്ചല്ലോ അടുത്ത 2024 ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, എന്ത് സംശയം, അത് മോദിജി തന്നെ. കോൺഗ്രസ്സുകാർക്കും ഇതറിയാം, പക്ഷെ പിന്നെ അവരവരുടെ നിലനിൽപ്പിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് വെളിയിൽ ബിജെപിക്ക് വേരുകളുണ്ട് ഇപ്പോഴും, സൗത്ത് ഇന്ത്യയിലുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പിന്നെ ചോദിക്കണ്ട. കാരണം ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം സ്ത്രീകളാണ് മോദിജിനെ യോഗീനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ അവിടുത്തെ 2 പാർട്ടികൾ അവർക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഈ ബിജെപിനെ അടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത്. അതിൻ്റെ കുറേ മാധ്യമങ്ങൾ അത് സഹായിക്കാനുണ്ട് കോൺഗ്രസ്സിന്. നമുക്കങ്ങനെ ഒരു സാധനം ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞങ്ങളൊക്കെ ഹാപ്പിയാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുതന്നെ എനിക്കും തോന്നിയത് ഇവിടെ വന്നപ്പം അക്കാര്യം വരും വിവരം ഒന്നാവും. ബിജെപിയും LDF മറ്റേ UDF ഒന്നാവും, അത് ബിജെപിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ ഇനി അതൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവരൊരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.